ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ജനനായക മൂവിയുടെ റിവ്യൂ പറയാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അതിന് മുമ്പ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് ഹിറ്റ് ദി ബെൽ ഐക്കൺ ടു ഗെറ്റ് റെഗുലർ മൂവി ആൻഡ് ടെക് അപ്ഡേറ്റ്സ്. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ആൻഡ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്ന് രാവിലെ ഞാൻ നമ്മുടെ കൈരളി സ്ട്രീറ്റ് തിയേറ്റർ തൃശ്ശൂറുള്ള അവിടെ പോയി ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ജനനായകം കണ്ടു. എനിക്ക് പടം ഇഷ്ടമായി. ആസ് എ വിജയ് ഫാൻ എന്ന നിലയ്ക്ക് എനിക്ക് പടം നന്നായി ഇഷ്ടപ്പെട്ടു. കാരണം ഞാൻ കണ്ട ഓഡിയൻസ് ഒക്കെ ഒരു ഫൺ പാക്ഡ്, എൻ്റർടൈൻമെൻറ്റ് പാക്ഡ്, ഒരു ഫാൻസിൻ്റെ ഒരു ഓറയുള്ള ഒരു ഓഡിയൻസ് തന്നെയായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്. അത്യാവശ്യം നല്ല ഫാൻസൊക്കെ ഉണ്ടായിരുന്നു. നല്ല എൻജോയ്മെൻറ്റ്, ഡാൻസ് ഉണ്ടായിരുന്നു, കൂവല്, വിസിലടി എല്ലാം. ആ ഒരു വൈബിൽ അങ്ങോട്ട് പോയി. നല്ല വൈബായിരുന്നു എൻ്റെ തിയേറ്റർ. അങ്ങനെ ഒരു വൈബുള്ള ഒരു ഓഡിയൻസിൻ്റെ കൂടെയൊക്കെ ഇന്ന് കാണാൻ പറ്റിയൊരു സെറ്റ് പടമാണ് ജനനായകൻ. പിന്നെ ഈ ടൈറ്റിൽ കാർഡ്, ജനനായകൻ എന്ന ഈ ടൈറ്റിൽ കാർഡിനെ ആ ക്യാരക്ടർ കൊണ്ട് പിന്നെ ആ സ്റ്റോറി ലൈനിലെ ചെറിയ ചേഞ്ചസ് കൊണ്ടും അവർ ജസ്റ്റിഫൈ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. ഭഗവത് കേസരിയുടെ റീമേക്ക് ആണെന്നൊക്കെ പറയണത് ഏകദേശം ചില ഭാഗങ്ങളൊക്കെ ഒരു ചെറിയ സിമിലാരിറ്റീസ് ഉണ്ടെന്നുള്ളൂ. അല്ല, സ്റ്റോറി ലൈനൊക്കെ ചെറിയൊരു ലെങ്ത് കൂട്ടാൻ ഒരു ചെറിയ വേരിയേഷൻസ് ചെറിയ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യുക, കുറച്ചും കൂടെ ഒന്ന് ഡിഫറെൻ്റ് ആക്കാൻ നോക്കുക, അതൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. ഫാൻസിൻ്റെ കൂടെ നിങ്ങൾ പടം കാണാൻ 10-10 കൊടുക്കാം. കാരണം അങ്ങനെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. ഒരു സാറ്റിസ്ഫാക്ഷൻ, ഒരു ഹാപ്പിനെസ്സും, ഒരു കണ്ട് തൃപ്തി കിട്ടും ആ പടത്തിന്. അത്രേ ഉള്ളൂ. പിന്നെ നമ്മുടെ ഡയറക്ടർ എച്ച് വിനോദ് ആൾക്ക് കുഴപ്പമില്ല. പക്ഷെ മെയിനായിട്ടുള്ള കാര്യം നമ്മൾ മ്യൂസിക് കമ്പോസറാണ് അനിരുദ്ധ്. ആള് ഒന്നാമത് തലപ്പത്തി ഓൾറെഡി ഓറ ഫാമിലിൻ്റെ പീക്കിലാണ്. ആളുടെ ബീജിയമും സോങ്ങും കറക്റ്റാ ഇതിൻ്റെ ഡെലിവറി ഒക്കെ കൊണ്ടിട്ട് സിനിമേനെ വേറൊരു ലീഗിലേക്ക് കൊണ്ടുപോകും. മ്യൂസിക്കൊക്കെ നൈസായിരുന്നു, സ്ക്രീൻ പ്ലേ എല്ലാം സെറ്റായിരുന്നു. കുറച്ചുകൂടി നന്നാക്കായിരുന്നത് സ്റ്റോറി ആയിരുന്നു. പക്ഷെ അത് നമുക്ക് ഒരു ഫൺ പാക്ഡ്, അല്ലാതെ ഒരു എൻ്റർടൈൻമെൻറ്റ് റിച്ച്ഡ് ഒരു ഓഡിയൻസിൻ്റെ കൂടെ ഇരിക്കും നമ്മളത് ശ്രദ്ധിക്കില്ല. കാരണം ഇതൊരു ആക്ഷൻ ബേസ്ഡ് പൊളിറ്റിക്കൽ ത്രില്ലറാണല്ലോ. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു ജോണർ വെച്ചിട്ടാണ് ഈ കഥയും വന്നേക്കണത്. പടം നല്ല രസമാണ്. ഇത് നമ്മുടെ അണ്ണൻ്റെ ടി വിക്ക് അത്യാവശ്യം ഒരു ബൂസ്റ്റും ഉണ്ട്. ടി വിക്കയുടെ ഐഡിയോളജീസ്, ടി വിക്ക് എന്താണ് ഉദ്ദേശിക്കണതെന്നും അതൊക്കെയാണ് അതിൽ മെയിൻലി കൊണ്ടുവന്നിരിക്കുന്നത്. കാസ്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ അണ്ണനുണ്ട്, നമ്മുടെ വിജയണ്ണുണ്ട്, ബോബി ഡിയോളുണ്ട്, മമിത ബൈജു ഉണ്ട്, ഗൗതം വാസുദേവ് മേനോൻ ഉണ്ട്. ആ ഒരു ഇൻസ്പെക്ടറിൻ്റെ ക്യാരക്ടറിലാണ് പറഞ്ഞത്, ശ്രീകാന്ത് എന്ന് പറഞ്ഞിട്ട്. പിന്നെ അത് നമ്മുടെ മമിത ബൈജു, വിജയ് എന്ന ക്യാരക്ടറിൻ്റെ അച്ഛനായിട്ടാണ് അത് ഇതിലുള്ളത്. പിന്നെ പൂജ ഹെഡ്ജ് ഉണ്ട്, പ്രകാശ് രാജ് ഉണ്ട്, നരയുണ്ട്, എൻ്റെ പ്രിയ മണി. അങ്ങനെ കുറച്ചധികം കാസ്റ്റിംഗ് ഉണ്ട്. അതുമാത്രമല്ല തെലുങ്കിൽ നിന്നും മലയാളത്തിൽ നിന്നും തമിഴിൽ നിന്നും അത്യാവശ്യം 3 ലാംഗ്വേജസിൽ നിന്നും അത്യാവശ്യം നല്ല കാസ്റ്റിംഗ് ഒക്കെ വന്നിട്ടുണ്ട്. ഹിന്ദിയിൽ നിന്നും നമ്മുടെ വീഡിയോകളൊക്കെ ഉണ്ട്. അത്യാവശ്യം ഒരു നല്ല കാസ്റ്റിംഗ് തന്നെയാണ്. കാസ്റ്റിംഗ് ഒന്നും ഒരു കുഴപ്പമൊന്നുമില്ല, എനിക്ക് വലിയ പ്രശ്നമൊന്നും തോന്നിയില്ല. ഇതിൽ മെയിൻ കരിയർ പ്ലോട്ടാണ്, ഈ കോർ പ്ലോട്ടായി വരുന്നത് ഒരു നമ്മുടെ ഐഡിയോളജീസ് തമ്മിലുള്ള ക്ലാഷാണ്. പിന്നെ ജനനായകത്തിന് എതിരെയും ജനനായകത്തെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് വിജയ്. അതിനെതിരെ നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ് നമ്മുടെ ബോബി ഡിയോൾ. അത് പറയാമെന്ന് ഞാൻ സ്പോയിലർ ആക്കണില്ല. അതിന് അത്യാവശ്യം ഒരു അത് പറയാന്ന് വെച്ചാൽ സ്പോയിലറാവും, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. സാധനം നന്നായിട്ടുണ്ട്. അത്യാവശ്യം ഒരു കുഴപ്പമില്ലാത്തൊരു ലേ ഓഫ് അതിന് കൊടുത്തിട്ടുണ്ട്. പിന്നെ അവരൊരു ക്ലാഷും, അവരെ പണ്ടത്തൊരു, അതായത് പാസ്റ്റിലൊരു അവരൊരു ക്ലാഷും ഒരു റൈവൽറിയും അത് ഫ്യൂച്ചറിൽ വരുന്നതും അതിനൊക്കെ അത്യാവശ്യം നന്നായി ലിങ്ക് ചെയ്തിട്ടൊക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. പിന്നെ ശരിക്കും ഒരു ഫെയർവെൽ അല്ലെങ്കിൽ ഒരു ലാസ്റ്റ് ഡാൻസ് പടമാണ് വിജയുടെ. അങ്ങനത്തെ ഒരു രീതിയിൽ എടുത്തു വെച്ച പടമാണ്. അതുകൊണ്ട് നമുക്കിത് ഫാൻസിൻ്റെ കൂടെയും എല്ലാവരും കൂടെ ഇരുന്ന് നമുക്ക് വിജയ് എന്നൊരു ആക്ടറിനോടുള്ള ഇഷ്ടം ഇതിലൂടെ നമുക്ക് മനസ്സിലാവും. ആളുടെ എല്ലാ സാധനവും ആളുകൾ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും, അഭിനയത്തിലായാലും ആളുടെ സ്ക്രീൻ പ്രസൻസിലായാലും അതിലൊക്കെ ഈ പടത്തിൽ അറ്റ് പീക്കിലാണ് നിൽക്കുന്നത്. പിന്നെ അത്യാവശ്യം നമ്മുടെ ഗോഡ് MGRൻ്റെ റെഫറൻസും ഈ പടത്തിൽ വന്നിട്ടുണ്ട്. അതായത് ആളുടെ ഫേമസ് ആയി നാണയിട്ടാൽ ആ പാട്ടൊക്കെ അതൊക്കെ ഐക്കോണിക് സോങ് ആണല്ലേ. അതൊക്കെ ഇതിൽ അത്യാവശ്യം ആളെ കൊണ്ടും കുറച്ച് അത്യാവശ്യം നല്ല റെഫറൻസുകൾ. നമ്മുടെ ശരിക്കും നമ്മുടെ ചീഫ് മിനിസ്റ്റർ വിജയ് ശരിക്കും ഇപ്പോൾ ഒരു MGR റൂട്ടിലാണ് പോകുന്നത്. ശരിക്കും ആ ഒരു ഇതും ഇതിൽ പിടിച്ചിട്ടുണ്ട് ഈ പടത്തിൽ. ശരിയാണ് ഇതിലൂടെ ആള് പറയാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ആളുടെ TVKയുടെ ഐഡിയോളജീസും അവരെന്താണ് ഉദ്ദേശിക്കുന്നത്, എന്താണ് ഒരു മാറ്റം കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്, അതൊക്കെ ഈ പടത്തിലൂടെ അവർ പറയാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. ഈ പടത്തിൽ അവരുടെ തമിഴ് വെട്രിക്കോണ്ടൻ എന്ന ക്യാരക്ടർ വിജയ് അതിനാണ് ഒരു മീഡിയേറ്റർ ആയിട്ടാണ് ഉപയോഗിച്ചത് എനിക്ക് തോന്നി.
പടം നന്നായിരുന്നു, കാണാനൊക്കെ നല്ല രസമുണ്ടായിരുന്നു. നല്ല പാട്ടുണ്ട്, നല്ല സ്ക്രീൻ പ്ലേ ഉണ്ട്, നല്ല ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, നല്ല കോസ്റ്റ്യൂം ഉണ്ട്, നല്ല സിനിമാറ്റോഗ്രാഫി, എല്ലാം ഫൈറ്റും എല്ലാം നല്ല വൈബായിരുന്നു. ഒന്നിനൊരു ലാഗോ ഒരു ഇതോ തോന്നില്ല. കാരണം നമ്മളൊന്നാമത് റിച്ചായൊരു ഓഡിയൻസിൻ്റെ കൂടെ ഇരുന്ന് കാണുമ്പോൾ അങ്ങനെ പേടിയുണ്ടല്ലോ ഈ പടം. പിന്നെ തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ, മലയാളം ഇങ്ങനെ 4 ഭാഷകളിൽ 5 ഭാഷകളിൽ ഇറങ്ങുന്നുണ്ട്. ഏവിയൻ പ്രൊഡക്ഷൻസിൻ്റെ ലേറ്റായി ഇറങ്ങുന്ന പടങ്ങളിൽ ഒരു പടമായിരുന്നു ചെന്നൈ. അത് പറഞ്ഞ് ഇനിയിപ്പോൾ ബാക്കി വരാൻ കുറച്ചുകൂടി എടുക്കുന്നുണ്ട്. ടോക്സിക് ഇനി വരാൻ കിടക്കുന്നുണ്ട്, എന്താണെന്നറിയില്ല. പടം ഓൾമോസ്റ്റ് എനിക്ക് ഇഷ്ടമായി. പക്ഷെ ഒരു റിവ്യൂവർ എന്ന രീതിക്ക് ഒരു ജെന്യൂനായിട്ടുള്ള എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് ഞാൻ പറയണത്. ആസ് എ വിജയ് ഫാൻ എനിക്ക് ഈ പടം നല്ല ഇഷ്ടമായിരുന്നു. പക്ഷെ ഒരു റിവ്യൂവർ എന്ന രീതിക്ക്, ഒരു കോമൺ മാൻ എന്ന രീതിക്ക് ഞാൻ ആലോചിക്കുകയാണെങ്കിൽ ഈ പടത്തിന് ഞാനിപ്പോൾ ഒരു വിജയ് ഫാൻ എന്ന രീതിക്ക് ആലോചിക്കാതെ ഒരു കോമൺ ഫാക്ടർ, അത് കഥ, അതൊക്കെ നോക്കി നമ്മൾ പറയുകയാണെങ്കിൽ ഒരു 6 out of 10 അല്ലെങ്കിൽ ഒരു 7 out of 10 കൂടിപ്പോയി അത്ര കൊടുക്കുള്ളൂ. കാരണം കഥയിൽ കുറച്ചുകൂടി ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുന്നത്. സെക്കൻഡ് ഹാഫ് കുറച്ച് കാട്ടവരാതായി പോയി. കാട്ടവരാതായി കുറച്ച്. ശരിക്കും ആ ക്ലൈമാക്സ് കുറച്ചുകൂടെയൊക്കെ ശരിക്കും നമ്മുടെ ഇന്ത്യൻ നേവിനെ, ഇന്ത്യൻ ആർമി, ഇന്ത്യൻ എയർഫോഴ്സ്, ആർമി, നേവി എല്ലാവരും ഒരുമാതിരി ഒന്നിനും കൊള്ളാത്തവരാക്കണം പോലത്തെ ഒരു ഇതായിരുന്നു, സീനുകളായിരുന്നു കുറേയൊക്കെ. അതൊക്കെ ഒന്ന് ഒഴിവാക്കായിരുന്നു എന്നല്ല, അത് കുറച്ചുകൂടി ഒരുമാതിരി ശരിയാണ്. അതൊരു വില്ലനൊരു ഇമ്പോർട്ടൻസ് കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. പക്ഷെ ഇതൊരുമാതിരി എനിക്ക് തോന്നി അയ്യോ ഒരുമാതിരി നേവിക്കാരെയും ആർമിക്കാരും ഇരുന്ന് അപമാനിക്കാലോ എന്നൊന്നും തോന്നി. അതിപ്പോൾ പിന്നെ കുറേ സിനിമയിൽ ഇതുപോലെ ഉണ്ടായിട്ടുണ്ടല്ലോ, കുറേ പടങ്ങൾ ഇതുപോലെ ഉണ്ടായിട്ടുണ്ട്. അത് ഇതിൽ തന്നെ മാസമായിട്ട് വില്ലനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക, മാസമായിട്ട് ഈ ഹീറോയിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അവർ രണ്ടുപേരും മാസമായ ഫൈറ്റ് അതിൽ അങ്ങനെയൊക്കെ നടക്കുക. ഞാൻ എന്തായാലും കുറേ സസ്പെൻസ് ഒന്നും പൊളിക്കില്ല, ഞാൻ നിങ്ങൾക്ക് സ്പോയിലർ ആണല്ലോ. നിങ്ങളെല്ലാവരും പറ്റുകയാണെങ്കിൽ പോയി തിയേറ്ററിൽ കാണാം, അടുത്ത് തന്നെ പോയി കാണാൻ നോക്കാം. ഫാൻസൊക്കെ കണ്ടു കഴിഞ്ഞ് അവർ പാടും നോക്കി പോണ നേരത്ത് സൈലൻ്റായ ഓഡിയൻസിൻ്റെ കൂടെ പോയി കാണാൻ നിങ്ങൾക്ക് വലിയ ഇതൊന്നും തോന്നില്ല. പക്ഷെ കണ്ടിരിക്കാം കേട്ടോ, ബോറടിക്കില്ല എന്ന് എനിക്ക് തോന്നുന്നു, കണ്ടിരിക്കാം. പക്ഷെ ഒരു ഫൺ പാക്ഡ്, ഒരു എനർജൈസ്ഡ് ആയ ഒരു ഓഡിയൻസിൻ്റെ കൂടെ നിന്ന് കാണാനാണ് ഞാൻ എപ്പോഴും നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യണത്. അതാണ് ഈ പടത്തിൻ്റെ മെയിൻ കോറും ഒരു മെയിൻ ഇതും. നമുക്ക് പല പോരായ്മകളും ആ ഒരു വൈബിളുള്ളൊരു ഓഡിയൻസിൻ്റെ കൂടെ ചിലവാക്കണ കുറച്ച് ടൈമിലൂടെ അത് കട്ട് ഓഫ് ചെയ്തു പോകും. അത് ലാഗ് അങ്ങനെ തോന്നിക്കില്ല. അപ്പോൾ എല്ലാവരും പോയി പടം ഒന്ന് കാണുക. പിന്നെ നമ്മുടെ വിജയുടെ ലാസ്റ്റ് ഡാൻസ് ആണ്. റെസ്പെക്ട് ഫോർ ഓണറബിൾ ചീഫ് മിനിസ്റ്റർ ഓഫ് തമിഴ്നാട് CM ജോസഫ് വിജയ്. എൻ്റെ ഈ വീഡിയോ സാർ കാണുന്നുണ്ടെങ്കിൽ ഐ വിൽ ബി വെരി മച്ച് പ്രൗഡ്. പിന്നെ ആസ് എ ബിഗ് ഫാൻ, വെരി സാഡ് ടു സേ യു ആർ നോ മോർ ഇൻ സിനിമാസ്. താങ്കൾക്ക് സിനിമയിലുള്ളതിനേക്കാളും കൂടുതൽ നല്ല കാര്യങ്ങളും കൂടുതൽ ഒരു ആളുടെ ഒരു നല്ല മനസ്സും പറ്റിയത് പൊളിറ്റിക്സ് തന്നെയാണ്. ആൾ CM ആയി ഇനിയും കുറേ നാൾ തമിഴ്നാടിനെ ഭരിക്കട്ടെ, തമിഴ്നാട് അപ്ഗ്രേഡ് ആവട്ടെ, അങ്ങനെ ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഇവിടെ അടുത്ത പടത്തിൻ്റെ റിവ്യൂ വരുന്നവരെ സൈനിങ് ഓഫ്. ബൈ ഗൈസ്. वीडियोस बनाने हैं फिल्मोरा है ना.